നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വിവിധ ഗൾഫ് നാടുകളിൽ നിന്ന് നിത്യേന വരുന്ന COVID-19 വാർത്തകൾ ഇപ്പോൾ ശ്രദ്ധേയം മലയാളികളുടെ മരണം തന്നെയാകുന്നു. ഇത് വർധനവാണ് രേഖപ്പെടുത്തുന്നത്. വ്യാഴാഴ്ച ഉച്ചവരെയായി 134 മലയാളികളാണ് ഗൾഫ് നാടുകളിൽ മരിച്ചത്. മലയാളികളുടെ മരണസംഖ്യ ഉയർന്നത് പ്രവാസ ലോകത്ത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഗൾഫിലെ മൊത്തം കോവിഡ് മരണം ഇതുവരെ 943 ആണ്. ഇതിൽ 150 മലയാളികൾ എന്നത് ആശങ്കപ്പെടുത്തുന്ന കണക്കാണ്. ഗൾഫ് നാടുകളിലെ മൊത്തം കോവിഡ് രോഗബാധിതരുടെ എണ്ണം 2 ലക്ഷം കവിഞ്ഞു. ഇതിനോടകം 1 ലക്ഷത്തോടടുപ്പിച്ച് പേർ രോഗമുക്തി നേടിയിട്ടുമുണ്ട്. രോഗികളുടെ കാര്യത്തിൽ സൗദി അറേബ്യയാണ് മുന്നിൽ നിൽക്കുന്നത്. 78,541 പേർ. ഖത്തർ രണ്ടാമതും 48,974 പേർ. UAE 31,960 പേരും. കുവൈറ്റ് 23,267 പേരും എന്നിങ്ങനെയാണ് മുന്നിൽ നിൽക്കുന്നവരുടെ കണക്കുകൾ. ഖത്തർ മരണത്തിന്റെ കാര്യത്തിൽ താരതമ്യേന പിന്നിലാണ്. ഇതുവരെയായി 30 പേരാണ് ഖത്തറിൽ മരിച്ചത്. എന്നാൽ സൗദി അറേബ്യയിൽ 425ഉം UAEയിൽ 255ഉം കുവൈറ്റ് 175ഉം എന്നിങ്ങനെയാണ് മരണനിരക്കിൽ മുന്നിൽ നിൽക്കുന്നത്. കേരളത്തിലേക്ക് ഇന്ന് 3 സർവീസുകൾ. വന്ദേ ഭാരത് മിഷൻ 2ാം ഘട്ടത്തിലെ അവസാന വിമാന സർവീസുകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു. സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ജൂൺ 6 വരെ 14 സർവീസുകളാണ് ഉണ്ടാവുക. കേരളത്തിലേക്ക് 3 സർവീസുകളാണുള്ളത്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി നാട്ടിലേക്ക് മടങ്ങാൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 85,000 കവിഞ്ഞു. സൗദിയിൽ കർശന നിർദ്ദേശങ്ങളുമായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി. രാജ്യത്ത് ഞായറാഴ്ച മുതൽ ആഭ്യന്തര വിമാന സർവീസ് പുനരാരംഭിക്കാനിരിക്കെ യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കി. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ പാലിക്കേണ്ട ആരോഗ്യ മുൻകരുതൽ നടപടികൾ ഉൾക്കൊള്ളുന്നതാണ് മാർഗനിർദ്ദേശങ്ങൾ. യാത്ര സുരക്ഷിതമാക്കാനും രോഗപകർച്ച തടയാനും വിമാനത്താവളത്തിലും വിമാനത്തിനകത്തും സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ആരോഗ്യവകുപ്പും നിശ്ചയിച്ച മുൻകരുതൽ നടപടികൾ മുഴുവൻ യാത്രക്കാരും പാലിക്കണം. ഒമാനിൽ ഞായറാഴ്ച വരെ കനത്ത മഴ. അറബിക്കടലിൽ സൊക്കാത്ര ദ്വീപിന് സമീപം രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തിയാർജിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറിയതായി സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി അറിയിച്ചു. സലാല തീരത്ത് നിന്ന് 200 കിലോമീറ്റർ അകലെയാണ് തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്ഥാനമെന്ന് വ്യാഴാഴ്ച പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് സന്ദേശത്തിൽ അതോറിറ്റി അറിയിക്കുകയുണ്ടായി. കേന്ദ്രഭാഗത്തെ കാറ്റിന് മണിക്കൂറിൽ 30 മുതൽ 45 കിലോമീറ്റർ വരെയാണ് വേഗത. അടുത്ത 48 മണിക്കൂർ സമയം ദോഫാർ തീരത്തായിരിക്കും തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരഗതി. ഞായറാഴ്ച വരെ ഇടിയുടെയും കാറ്റിന്റെയും അകമ്പടിയോടെയുള്ള കനത്ത മഴയും തുടരുകയും ചെയ്യും. കൈയും കഴുത്തും മുറിച്ച നിലയിൽ മലയാളിയെ കണ്ടെത്തി. കൊല്ലം സ്വദേശിയെ സലാലയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കോട്ടപ്പുറം പരവൂർ സ്വദേശി പ്രശാന്താണ് മരിച്ചത്. തുമ്രൈത്തിലെ താമസ സ്ഥലത്ത് കൈയും കഴുത്തും മുറിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുമ്രൈത്തിലെ സ്വകാര്യ ട്രാവൽസിലെ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. 8 മാസം മുമ്പാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. റോയൽ ഒമാൻ പോലീസ് എത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വ്യോമഗതാഗതം സാധാരണ നിലയിലേക്ക്. ദീപാവലിക്ക് മുമ്പ് രാജ്യത്തെ വ്യോമഗതാഗതം സാധാരണ നിലയിലാകുമെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുകയുണ്ടായി. സാമ്പത്തിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കേണ്ടത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കോവിഡിനേക്കാളും വലിയ ആഘാതം അതുമൂലം ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദീപാവലിക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ കമ്പനികളുടെ 650 വിമാനങ്ങൾ സർവീസ് തുടങ്ങും. കോവിഡിൽ നിന്ന് മുക്തരാകുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ കൂടുതലാണ്. പ്രതിസന്ധിയിൽ നിന്ന് ഇന്ത്യൻ വ്യോമയാന രംഗം അതിവേഗം കരകയറുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വിമാനത്തിൽ സഞ്ചരിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. മെയ് 25 മുതൽ ഭാഗികമായി ആഭ്യന്തര വിമാനയാത്രയ്ക്ക് തുടക്കം കുറിച്ചിട്ടുമുണ്ട്. 20% ആഭ്യന്തര വിമാന സർവീസുകൾ മാത്രമാണ് നടത്തുന്നതെന്നും ടൂറിസം രംഗവും വ്യോമയാന മേഖലയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത് പ്രവാസികൾക്ക് ഏറെ ശുഭവാർത്തയായി തീരുകയാണ്. UAE ലോകത്ത് 1ാമത്. പ്രവാസികളുടെ പ്രിയപ്പെട്ട മണ്ണാണ് UAE. അവിടെയുള്ള അധികാരികൾ കാണിക്കുന്ന കരുതൽ മറ്റെവിടെ പോയാലും ലഭ്യമാകില്ല. എന്നാൽ ഈ കൊറോണ കാലത്തും സമയോചിതമായ ഇടപെടൽ നടത്തി കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തി വീണ്ടും 1ാമത് എത്തി നിൽക്കുകയാണ് UAE. ലോകത്താകമാനം കോവിഡ് രോഗബാധ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പരിശോധനകൾ ഏറ്റവും കൂടുതൽ നടത്തിയ രാജ്യമായി UAE 1ാമത് നിൽക്കുന്നു. ഇതുവരെ 20 ലക്ഷത്തിലധികം കോവിഡ് പരിശോധനകൾ നടത്തിയെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 10 ലക്ഷത്തിൽ ശരാശരി 2,13,636 പേർക്കാണ് ഈ പരിശോധനകൾ നടത്തിയിരിക്കുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സൗദി അടക്കമുള്ള രാജ്യങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി വരികയാണ്. അതോടൊപ്പം തന്നെ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പള്ളികളടക്കം തുറക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് 4 മലയാളികൾ കൂടി മരിച്ചു. കോവിഡ് ബാധിച്ച് ഗൾഫിൽ ഇന്ന് 4 മലയാളികൾ മരിച്ചു. UAEയിലും സൗദിയിലുമാണ് ഇന്ന് മരണം രേഖപ്പെടുത്തിയത്. ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്ന മലയാളികളുടെ
എണ്ണം 180 ഉയർന്നിരിക്കുകയാണ്. കണ്ണൂർ തലശ്ശേരി കതിരൂർ സ്വദേശി ഷാനി, തൃശൂർ ഇരിഞ്ഞാലക്കുട സ്വദേശി കൊരമുട്ടിപ്പറമ്പിൽ ബഷീർ, മലപ്പുറം ചട്ടിപ്പറമ്പ് സ്വദേശി പുള്ളിയിൽ ഉമർ എന്നിവരാണ് സൗദിയിൽ മരിച്ചത്. മലപ്പുറം തിരൂർ സ്വദേശി കോടാലിൽ അബ്ദുൽ കരീം, എടപ്പാൾ സ്വദേശി കുണ്ടുപറമ്പിൽ മൊയ്തൂട്ടി എന്നിവരാണ് UAEയിൽ മരിച്ചത്. അതേസമയം ഗൾഫിൽ മൊത്തം രോഗികളുടെ എണ്ണം 2 ലക്ഷം കടന്നിരിക്കെ ആശങ്ക ശക്തമായിരിക്കുകയാണ്. എന്നാൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി മുൻകരുതൽ നടപടികൾ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി. ജിദ്ദ കോഴിക്കോട് സെക്ടറിൽ യാത്ര ചെയ്യേണ്ട നിരവധി പേർ ടിക്കറ്റ് ലഭിക്കാതെ മടങ്ങുകയും ചെയ്തു. ഗർഭിണികളും രോഗികളും ഉൾപ്പെടെ 340ഓളം പേർക്കാണ് യാത്ര മുടങ്ങിയത്. മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ വലിയ വിമാനം റദ്ദാക്കി ചെറിയ വിമാനമാക്കി മാറ്റിയതാണ് നിരവധി പേർക്ക് യാത്ര മുടങ്ങാൻ കാരണമായത്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി വെള്ളി ശനി ദിവസങ്ങളിൽ ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യാൻ കോൺസുലേറ്റിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് യാത്രക്കാർ ടിക്കറ്റ് എടുക്കുന്നതിനായി ജിദ്ദയിലെ എയർ ഇന്ത്യ ഓഫീസിലേക്ക് എത്തിയത്. ജിദ്ദയ്ക്ക് പുറത്തുനിന്നടക്കം ഗർഭിണികളും രോഗികളും ഉൾപ്പെടെ നിരവധി പേർ മണിക്കൂറുകളോളം എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ടിക്കറ്റിനായി കാത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ പലർക്കും ടിക്കറ്റില്ലാതെ മടങ്ങേണ്ടി വരികയുണ്ടായി. കുവൈറ്റിൽ ഇളവ് നൽകി. ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ആദ്യപടിയായാണ് കർഫ്യൂവിൽ ഇളവ് നൽകിയത്. വ്യാഴാഴ്ച വൈകിട്ട് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് 3ാം ഘട്ട ഇളവുകൾ സംബന്ധിച്ച തീരുമാനം ആയത്. 3ാം ഘട്ട ഇളവുകളുടെ ഭാഗമായി നിലവിലെ മുഴുവൻ സമയ കർഫ്യൂ ഈ മാസം 30-ന് അനുവദിക്കും. പകരം മെയ് 31 മുതൽ രാത്രികാല കർഫ്യൂ നിലവിൽ വരും. വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് കർഫ്യൂ നിലവിലുള്ളത്. ഇതോടൊപ്പം കൂടുതൽ കോവിഡ് വ്യാപനം ഉണ്ടായ പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ ഐസൊലേഷൻ നടപ്പാക്കും. ജലീൽ അൽ ഷുയൂഖ്, മെഹബൂബ, ഫർവാനിയ, ഖൈത്താൻ ഹവല്ലി, മൈതാൻ ഹവല്ലി എന്നിവിടങ്ങളിലാണ് സമ്പൂർണ്ണ ഐസൊലേഷൻ. സർക്കാർ മേഖലയിൽ മെയ് 28 വരെ പ്രഖ്യാപിച്ചിരുന്ന പൊതു അവധി ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നീട്ടിയതായും സർക്കാർ വക്താവ് താരിഖ് അൽ മസ്രം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഖത്തറിൽ നിന്നും കേരളത്തിലേക്കുള്ള സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കുന്നു. വന്ദേ ഭാരത് മിഷൻ വഴിയുള്ള പ്രവാസി മടക്കയാത്രയുടെ 3ാം ഘട്ട ഷെഡ്യൂളിൽ ഖത്തറിൽ നിന്നും കേരളത്തിലേക്കുള്ള സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ദോഹയിൽ നിന്നും കണ്ണൂരിലേക്കാണ് സർവീസുകൾ ഉള്ളത്. മൊത്തം 5 സർവീസുകളാണ് ഈ ഷെഡ്യൂളിൽ ഖത്തറിൽ നിന്നുള്ളത്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഖത്തറിൽ നിന്നുള്ള 6ാമത്തെ വിമാനമാണ് ദോഹയിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:15 ദോഹയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് കണ്ണൂരിൽ എത്തിച്ചേരും. 177 പേരാണ് ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിന്റെ ഭാഗമായി ദുബായിൽ പ്രധാനപ്പെട്ട ബീച്ചുകൾ വെള്ളിയാഴ്ച മുതൽ തുറക്കുമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിക്കുകയുണ്ടായി. JBR, അൽമംസാർ, ജുമൈറ, ഉംസുക്കീം എന്നീ ബീച്ചുകളാണ് തുറന്നു കൊടുക്കുന്നത്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പനി ബാധിച്ച് മലയാളിയായ 33-കാരൻ സൗദി അറേബ്യയിൽ മരിച്ചു. പനി ബാധിച്ച് ചികിത്സയിൽ തുടരുകയായിരുന്ന പ്രവാസി മലയാളിയായ 33-കാരൻ സൗദി അറേബ്യയിലാണ് മരിച്ചത്. ഷിഫാസനയിൽ ജോലി ചെയ്യുകയായിരുന്നു. മലപ്പുറം പരപ്പനങ്ങാടി പുത്തരിക്കൽ സ്വദേശി അക്കരപ്പറമ്പിൽ ഷിയാ ഉൽ ഹക്കാണ് മരിച്ചത്. 33 വയസ്സാണ് അദ്ദേഹത്തിന്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. 5 വർഷമായി റിയാദിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. കെട്ടിടങ്ങൾ തീപിടിക്കാതിരിക്കാൻ ഷാർജയിൽ ദുബായിൽ ഗോഡൌണോ സ്റ്റോർ മുറിയായി ഉപയോഗിച്ചാൽ കർശന നടപടിയെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിക്കുകയുണ്ടായി. 500 ദിർഹം പിഴ ചുമത്തുമെന്നടക്കമുള്ള നടപടികൾ ഉണ്ടാകും. പിഴയടിച്ചില്ലെങ്കിൽ ഇരട്ടിയാകും. നിയമലംഘകരെ കണ്ടെത്താൻ പരിശോധനകൾ ഊർജിതമാക്കാനും തീരുമാനിച്ചു. അൽ നഹ്ദയിലെ ബഹുനില താമസ കേന്ദ്രത്തിൽ ഈയിടെ ഉണ്ടായ വൻ തീപിടുത്തത്തെ തുടർന്ന് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക സംഘം കെട്ടിടങ്ങളിൽ പരിശോധന നടത്തി വരികയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കെട്ടിട ഉടമകൾക്കും താമസക്കാർക്കുമെതിരെ നടപടി സ്വീകരിക്കും. ബോധവൽക്കരണത്തിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. ദുബായിലും നിരീക്ഷണം ശക്തമാണ്. കെട്ടിടങ്ങളിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് കുട്ടികളുടെ സുരക്ഷയ്ക്കും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇവയ്ക്ക് മുകളിൽ കയറി താഴേക്ക് എത്തി നോക്കി ഒട്ടേറെ കുട്ടികൾ ദുരന്തത്തിന് ഇരയായ സാഹചര്യത്തിലാണ് ഇത്തരം കർശന നിർദ്ദേശവുമായി ദുബായ് പോലീസും ഷാർജ പോലീസും രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.